ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇത് മോമോസാണ്. മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് മോമോസിന് ഫില്ലിങ് തയ്യാറാക്കാൻ എന്തൊക്കെ ആവശ്യം നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്, 1.5 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചെറുതായി കുത്തി അരിഞ്ഞിട്ടുണ്ട്, ലെമൺ ജ്യൂസ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ നന്നായി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. സവാള, വെളുത്തുള്ളി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. മൈദ നമ്മൾ ഉപ്പിട്ടിട്ട് ചപ്പാത്തി മാവിന് കുഴക്കണ പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് ഇതവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ലേശം സൺഫ്ലവർ ഓയിലാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. എത്ര വലിപ്പം വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് അളവുള്ള ഇതെടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം, ഷേപ്പ് ചെയ്തെടുക്കാം. ഫില്ലിങ് വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഞെറിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ മോമോസിന് ഇന്ന ഷേപ്പൊന്നുമില്ല, പല ഷേപ്പിലും ഉണ്ടാവും. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് കൂടുതൽ കാണാൻ ഭംഗി. അപ്പോൾ ഇത് ഞാനിവിടെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഒരു ഓയിൽ തടവിയ പാത്രത്തിലേക്ക് വെച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടിട്ടോ അതിൽ മുകളിൽ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ കിട്ടണമെന്നില്ല. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മോമോസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ആവിയിലും വേവിച്ചെടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ അറിയിക്കുക.
ഇത് ഉള്ളിൽ വെച്ച ഫില്ലിംഗ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടും. പിന്നെ ആവിയിൽ വേവിച്ചാലും അത് നല്ല ടേസ്റ്റാണ്. ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബായ്.